എൻ്റെ റിയൽ ഭക്തൻ, ശരിയായ ഭക്തൻ എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല. അപ്പം നിങ്ങളുണ്ടല്ലോ, അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതാലേ ഭക്തി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കരുത്. നിങ്ങളുടെ ഉള്ളിൽ റിയൽ ഭക്തി വന്നാൽ നിങ്ങളുടെ പിന്നാലെ ഭഗവാൻ നടക്കുന്ന പറഞ്ഞത്. നിങ്ങളൊരു 108 നാമം ചൊല്ലി പുറത്ത് പ്രദക്ഷിണം വെച്ചാൽ ഞാൻ പറയും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെയാണ്. നമ്മൾ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത് അതിന് പല മുഖങ്ങളാണ്. ഋഷസൂക്തത്തിൽ പറയും, സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാൽ സഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠദശാങ്കുലം പുരുഷയേവ ഇതം സർവം. സഹസ്രശീർഷ, ഒരു പുരുഷന് സഹസ്രം തലകളാണ്, സഹസ്രം കണ്ണുകളാണ്, സഹസ്രം കൈകളാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനേകം സാധ്യതകൾ. ഈ വൈവിധ്യത, അതാണ് ഈ ഒരേ സത്യത്തിൽ നിന്നും അനേകം ഈ വൈവിധ്യത. ഇനിയും ഒരുപാട് വൈവിധ്യത. അപ്പം നമ്മളിലൊക്കെ ഉള്ളിൽ ഓരോ വൈവിധ്യതയുണ്ട്. ആ വൈവിധ്യതയെ പുറത്തു കൊണ്ടുവരാനാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കാൻ വരുന്നതും പല കല ആസ്വദിക്കുന്നു. ഒരു കലയിൽ നിന്ന് വേറൊരു കല രൂപപ്പെടും. പണ്ട് കഥകളി അഭിനയിക്കാൻ യോഗ്യനല്ല എന്ന് കുഞ്ചൻ നമ്പ്യാരോട് പറഞ്ഞു അത്ര. എങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്, സത്യമാണോ എനിക്കറിയില്ല. എന്താ കുഞ്ചൻ നമ്പ്യാർ വിട്ടുകൊടുത്തില്ല. ഇന്നത്തെ പിള്ളേരാണെങ്കിൽ പോയി തൂങ്ങി മരിച്ചിട്ടുണ്ടാവും. കുഞ്ചൻ നമ്പ്യാരെ മറ്റൊരു കല ആവിഷ്കാരം കൊണ്ടുപോകുന്നു. അങ്ങനെയാണല്ലോ തുള്ളൽ പ്രസ്ഥാനം രൂപപ്പെടുന്നത്, അല്ലേ? അപ്പം അങ്ങനെ ഒരു കലയിൽ നിന്ന് മറ്റൊരു കല രൂപപ്പെട്ട് എത്ര വൈവിധ്യങ്ങളാണ്. നമുക്ക് ഭാരതം ഇത്ര സുന്ദരമായിരിക്കുന്നത് ഈ കലയുടെ മഹത്വമാണ്. അത് നമ്മളെല്ലാവരും ഉണ്ടല്ലോ ആസ്വദിക്കണം, ഇതിനെ പ്രചരിപ്പിക്കണം. അപ്പോഴാണ് നമ്മുടെ ഭാരതം സമ്പന്നമായിത്തീരുന്നത്. ഇന്ന് നമ്മുടെ കേരളത്തിൽ നേരത്തെ ദീദി പറഞ്ഞതുപോലെ ചില കുനുട്ടുബുദ്ധികൾ ഇവിടെ എന്താണ്, നമ്മുടെ സംസ്കൃതി ഒന്ന് പുറകോട്ട് വലിക്കാനാവും പാടും ശ്രമിക്കുന്നുണ്ട്. അതിൽ കുറേ പാവം ഹിന്ദുക്കളും പെട്ടുപോവുകയാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ കണ്ടില്ലേ, എത്ര ഒരു മഹത്തായ ഒരു ഗംഭീരമായ കാര്യം. അനാവശ്യമായിട്ട് പോലീസ് ഇടപെട്ട് അതിനെ മങ്ങലേൽപ്പിക്കുന്നതൊക്കെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ സംസ്കൃതിയുടെ മഹത്വം അറിയാതെ പോയതുകൊണ്ടാണ്. മാറ്റം വരണം, നമ്മളിൽ നിന്നും മാറ്റം വരണം. എപ്പോഴും ഓർക്കണം, നമ്മളൊക്കെ ഈ മാറ്റം വരുത്തുന്നതിൻ്റെ കണ്ണികളാണ്. നമ്മളൊക്കെ ഇത് കേട്ട് ആസ്വദിക്കുകയല്ല, നമ്മളിതിനെ പ്രചരിപ്പിക്കുക. ഇന്ന് നമ്മുടെ കയ്യിൽ മീഡിയ ഉണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ട് മാറുകയാണ്. നമ്മളൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ പ്രചരിപ്പിച്ച് ഹിന്ദു സംസ്കൃതി അങ്ങനെ ഒരു ഭാവം പലരും വരുത്തുന്നുണ്ട്. ഒരു മതം അങ്ങനെ ഇല്ല. നമുക്ക് സർവ്വമതങ്ങളെയും ഉൾക്കൊള്ളുന്ന, സർവ്വ സംസ്കാരങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു വലിയ സാഗരമാണത്. ഒരു വലിയ കടൽ. ഏത് വെള്ളമാണ് സ്വീകരിക്കാത്തത്? ഏത് തോട്ടിലെയും ഏത് പുഴയിലെയും വെള്ളമാണ് കടൽ സ്വീകരിക്കാത്തത്? ഇതെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംസ്കൃതി ഈ ഭാരതത്തിലേ ഉള്ളൂ. ഇപ്പം നേരത്തെ രാമേന്ദ്രജി പറഞ്ഞ പോലെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ സംസ്കൃതി വളരുകയാണ്, ഉണരുകയാണ്, അത് കൂടുതൽ പ്രഭാവത്തിലേക്ക് എത്തുകയാണ്. പക്ഷെ നമ്മുടെ കേരളത്തിൽ കല ആസ്വാദകന്മാരുണ്ടെങ്കിലും ഒരു മാറ്റം നമ്മൾ കേരളത്തിൽ ഒന്നുകൂടി കൊണ്ടുവരേണ്ടതുണ്ട്. കാരണം കേരളം ഭാരതീയ കേരളമാവാൻ കുറച്ചുകൂടി സമയമെടുക്കും. ഇത് കേരളമാണ്, പക്ഷെ ഭാരതീയ കേരളം ആയിട്ടില്ല. ഉണ്ടോ ഇല്ലയോ? ഒരു ഭാരതീയ കേരളമാക്കി കേരളത്തെ മാറ്റണം എന്നാഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇതാണ് നമ്മൾ എല്ലാവരും കൂടെ ശ്രമിച്ചാൽ സാധിക്കും. ഭാരതീയ കേരളം. ഇപ്പോൾ ഉള്ള കേരളം ഒരു തരം അഹങ്കാരത്തിൻ്റെ കേരളം, ഒരു തരം ധാർഷ്ട്യത്തിൻ്റെ കേരളം, അല്ലേ? അത് മാറ്റി ഭാരതീയ കേരളം ആക്കിയെടുക്കലാണ് നമ്മുടെ ലക്ഷ്യം. പണ്ട് പരശുരാമൻ ഒരു മഴു എറിഞ്ഞപ്പോഴാണ് കേരളം ഉണ്ടായത്. ആ മഴു അന്നത് എറിഞ്ഞത് ശരിക്കുള്ള മഴുവായിരിക്കാം, പക്ഷെ ഇന്ന് നമ്മൾ അറിയേണ്ട മഴുവാണ് കലയുടെ മഴു. അതെറിഞ്ഞുകൊണ്ട് ഈ കേരളത്തെ ഭാരതീയ കേരളമാക്കി മറ്റൊരു കരയാക്കി നമുക്ക് ഉയർത്തേണ്ടതുണ്ട്. ആ മഴുവാണ് നമ്മളിവിടെ ആദരിച്ചത്. പല രൂപത്തിലുള്ള, പല ഭാവത്തിലുള്ള കലയുടെ ഒരായുധം. അപ്പം അതുകൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി കലാകാരന്മാരെ അഭിനന്ദിക്കാം. ഭാഗവതം ഒരു സുന്ദരമായ കലയാണ്.
മനസ്സിനെ കലയുള്ളതാക്കിയാൽ ആ മനസ്സിൽ കൊലയുണ്ടാവില്ല. കലയില്ലാത്ത മനസ്സിലാണ് കൊലയുള്ളത്. ഒന്നുകിൽ അവനവനെ കൊല്ലും, അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊല്ലും. ഒരു കലാകാരൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ തോന്നില്ല. വലിയ വലിയ പെയിൻറ്റേഴ്സൊക്കെ, വലിയ വലിയ ചിത്രകാരന്മാരും പാട്ടുകാരും അന്നൊന്നും ദക്ഷിണ പോലും ഇല്ലാത്ത, ഇപ്പോൾ ഉസ്താദ് നേരത്തെ പറഞ്ഞ ആളുകളുടെയൊക്കെ വീട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അങ്ങ് വാരാണസിയിലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ വീടുകളിലൊക്കെ ഇരുന്നുകൊണ്ട് രാത്രി ഇരുന്ന് സംഗീതം മൂളിയ എത്രയോ ഉസ്താദുമാരും അങ്ങനെ എത്രയെത്ര കലാകാരന്മാർ. പക്ഷെ അവർ കല കൊണ്ടൊരിക്കലും ബാഹ്യമായ അവർക്കൊന്നുമില്ലെങ്കിലും ആന്തരിക സമ്പന്നരായിരുന്നവർ, ആന്തരികമായി വളരെ കോടീശ്വരന്മാരായിരുന്നു. അപ്പം അങ്ങനെയുള്ളൊരു ആന്തരിക സമ്പത്ത് നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഈ കലകളും ഭാഗവതവും ഒക്കെ ഉൾക്കൊള്ളണം. നിങ്ങളെ ഇവിടെ സമ്പന്നരാക്കാനാണ് പൈതൃകം വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ ചോദിക്കും, സപ്താഹം കഴിഞ്ഞിട്ട് കിട്ടുന്നതാണോ? സപ്താഹത്തിന് അങ്ങനെയുള്ളൊരു സമ്പത്തെ പ്രതീക്ഷിക്കേണ്ട, സമ്പത്തെ പ്രതീക്ഷിക്കേണ്ട. ഇവിടെ ഒരു ബാഹ്യമായ സമ്പത്തല്ല. ഇനി അത് കിട്ടിയിട്ടും കാര്യമില്ല. കാരണം അത് അധിക സമയമൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കാനും പോകില്ല. ഞാൻ ഈ ലോട്ടറി അടിച്ചവരെ കുറിച്ചൊക്കെ ഒരാളെ എനിക്ക് കിട്ടി. നമ്മുടെ ഗവൺമെൻറ്റിൽ ഈ ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സീനിയർ ഓഫീസർ, അദ്ദേഹം ട്രിവാൻഡ്രത്ത് ഞാൻ സപ്താഹം നടക്കുന്ന സമയത്ത് വന്നിരുന്നു. ചോദിച്ചു, നിങ്ങൾ ഈ ലോട്ടറിയുടെ ഹെഡ് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, സീനിയർ ഓഫീസറാണ്, നിങ്ങൾ ഇത്രയും കാലം ഈ ലോട്ടറിയൊക്കെ നടത്തിയിട്ട് നന്നായിട്ടുള്ളവർ വല്ലവരും ഉണ്ടോ? അദ്ദേഹം പറഞ്ഞു, സ്വാമി അങ്ങനെ ഒരു യോഗം ആർക്കും കിട്ടിയിട്ടില്ല എന്ന്. അപ്പം എങ്ങനെയെങ്കിലും അവരുടെ കയ്യിൽ നിന്ന് ആ പൈസ, നമ്മൾ പറയില്ലേ, നാനായുധമായി അല്ലെങ്കിൽ എന്താണ് കൈമോശം വന്ന് ആരെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകും. എന്നാൽ ഈ സമ്പത്ത്, ഉള്ളിലെ സമ്പത്ത്, അതാർക്കും അപഹരിക്കാൻ പറ്റില്ല. ഈ കലാകാരന്മാരുടെ ഇന്നും സമ്പത്ത് ഒരാൾക്കും അപഹരിക്കാൻ പറ്റില്ല. അതാണ് അതിൻ്റെ മഹത്വം. അപ്പം നിങ്ങളൊക്കെ 7 ദിവസം കൊണ്ട് സമ്പന്നരാവാൻ പോവാണ്. ആരാവാൻ പോവാണ്? അത് പറയാൻ പോലൊരു മടി. എന്നുറക്കെ പറയും, ഞാനൊരു സമ്പന്നനാവാൻ പോവാണ്. ആരാവാൻ പോവാണ്? സമ്പന്നനാവണ്ടേ? എങ്ങനെയുള്ള സമ്പന്നൻ? മനസ്സുകൊണ്ടുള്ള സമ്പന്നൻ, ആത്മീയമായ സമ്പന്നൻ. അതുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം. ഈ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ, ഒരു സമ്പന്നൻ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ എന്താണ് ചെറിയ കാശിന് വേണ്ടി കൈനീട്ടില്ല, സ്നേഹത്തിന് വേണ്ടി കൈനീട്ടില്ല. സമ്പന്നന്മാരെപ്പോഴും കൊടുത്ത് ശീലിക്കുന്നവരാണ്. അപ്പം നമ്മൾ ഈ ഭാഗവതമൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മളൊക്കെ കൊടുക്കുന്നവരാവണം. അല്ലെങ്കിൽ കൊടുക്കുന്നുണ്ട്, മനസ്സിലായില്ലേ? കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്നതൊന്നും മറ്റുള്ളവർക്ക് വേണ്ടതല്ല, അത് മാത്രം. അങ്ങനെയുള്ള കൊടുക്കലല്ല വേണ്ടത്. മറ്റൊരാളുടെ മനസ്സിനെ ഉണർത്താനും ഉയർത്താനും ഒന്ന് തട്ടി അവരെക്കൊന്നു പ്രോത്സാഹിപ്പിക്കാനും അനുമോദിക്കാനും ഇപ്പം നമ്മൾ ചെയ്യുന്ന പോലെ, ഇതൊക്കെയാണ് നമുക്ക് വേണ്ടുന്ന കൊടുക്കാനുള്ള കഴിവ്, അല്ലേ? ആണോ? അതിന് സാധിക്കട്ടെ. നമ്മളൊരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ ദുർബലരായി തളരാനോ കൈനീട്ടി യാചിക്കാനോ പോകുന്നവരായി തീരരുത്. ഭഗവാൻ ശ്രീകൃഷ്ണൻ പോലും ഏറെ ആദരിച്ചതാരെ അറിയോ? നോക്കൂ നിങ്ങൾ, കൃഷ്ണൻ്റെ നാളെ കുചേലവൃത്തം നമ്മൾ കഥകളി കാണും. നമ്മൾ ദരിദ്രനായ കുചേലനെയാണ് കുറിച്ച് കേട്ടിരിക്കുന്നത്, അല്ലേ? പക്ഷെ ആ ദരിദ്രനായ കുചേലൻ കൃഷ്ണനെ കാണാൻ പോയിട്ട്, സാധാരണ നമ്മൾ ഇന്നത്തെ ഒരു സോഷ്യൽ സിസ്റ്റത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ദരിദ്രനെ കണ്ടാൽ ആരെങ്കിലും കുശലം ചോദിക്കുമോ? കാരണം ഇദ്ദേഹത്തിൻ്റെ എക്സ്റേ ഫോട്ടോയിട്ടാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ മുകളിൽ വേറൊന്നും ഇല്ല. അത്ര എല്ലും തൂലായിട്ടുള്ള ഒരാളോട് കൃഷ്ണൻ ചോദിക്കുകയാണ്, സുധാമാവേ സുഖമല്ലേ എന്ന്. ആ കോലം കണ്ട ചോദിക്കൂ. പിന്നെ രണ്ടാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഞാനും നിങ്ങൾ ചെയ്യും, ഒരു യാചകൻ വീട്ടിൽ വന്നാൽ എന്തെങ്കിലും കൊണ്ടുവന്നുണ്ടോ ചോദിക്കുമോ? രണ്ടാമത്തെ കാര്യം കൃഷ്ണൻ ചോദിക്കുന്നത്, എനിക്ക് വേണ്ടി അങ്ങയുടെ വീട്ടിൽ നിന്ന് എന്താ കൊണ്ടുവന്നത് എന്നാണ്. സമ്പൽ സമൃദ്ധിയിലിരിക്കുന്ന കൃഷ്ണൻ ദാരിദ്ര്യത്തിൻ്റെ നടുക്കുഴിയിലിരിക്കുന്ന കുചേലൻ്റെ മുന്നിൽ കൈനീട്ടിക്കൊണ്ട് ചോദിക്കുകയാണ്, എനിക്കങ്ങ് എന്താണ് കൊണ്ടുവന്നതെന്ന്. ആരോടാ ഭഗവാൻ ചോദിക്കുന്നറിയോ? ഉള്ളിൽ സമ്പത്തുള്ളവരോട്. ഉള്ളിൽ സമ്പത്തുള്ളവരോട് ഭഗവാൻ തന്നെ വന്ന് ചോദിക്കുന്ന ഭാഗവതത്തിലെ ഒരു വരികൾ ഇങ്ങനെയാണ്: അനുവ്രജാമിഹം നിത്യം പൂയയേത് അങ്ക്രിരേണുപീന. എൻ്റെ റിയൽ ഭക്തൻ, ശരിയായ ഭക്തൻ എൻ്റെ അടുത്തേക്ക് വരേണ്ടതില്ല. അപ്പം നിങ്ങളുണ്ടല്ലോ, അമ്പലത്തിൻ്റെ ഉള്ളിൽ പോയി തൊഴുതാലേ ഭക്തി ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കരുത്.
നിങ്ങളുടെ ഉള്ളിൽ റിയൽ ഭക്തി വന്നാൽ നിങ്ങളുടെ പിന്നാലെ ഭഗവാൻ നടക്കുന്ന പറഞ്ഞത്. അനുവ്രജാമി അഹം നിത്യം, ഞാൻ എൻ്റെ ഭക്തൻ്റെ പിന്നാലെ നടക്കും. എന്തിനു വേണ്ടിയിട്ട്? പൂയയേത് അങ്ക്രി രേണുവി, അയാളുടെ അങ്ക്രി രേണു, അങ്ക്രി എന്ന് പറഞ്ഞാൽ കാലിലെ ധൂളിയെടുത്ത് എൻ്റെ ശിരസ്സിലിടാനാണ്. ഇത് ഭാഗവതത്തിൽ ഉദ്ധവരോട് പറയുന്ന വരികളാണ്. എൻ്റെ ഒരു യഥാർത്ഥ ഭക്തൻ എൻ്റെ അടുത്തേക്ക് വരണ്ട. കേട്ടില്ലേ നിങ്ങൾ? അപ്പം ഇടിച്ചു കയറി തൊഴേണ്ട യാതൊരു കാര്യമില്ല. ശരിക്കും നമ്മളിനി അങ്ങനെ ഒരു ഭക്തി കൊണ്ടുവരണം. നമ്മളിപ്പോഴുള്ള ഭക്തിയിലൊരു മാറ്റം വരുത്തണം. ഇപ്പോഴുള്ള ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഉള്ളിലേക്ക് ഇടിച്ചു കയറാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഭക്തിയിൽ നിന്നൊരു മാറ്റം വന്ന് കുറച്ച് ജപിക്കുന്നൊരു ഭക്തി. നിങ്ങളൊരു 108 നാമം ചൊല്ലി പുറത്ത് പ്രദക്ഷിണം വെച്ചാൽ ഞാൻ പറയും ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെയാണ്. ഗുരുവായൂരപ്പൻ നിങ്ങളുടെ കൂടെയാണ്. കാരണം ഗുരുവായൂരപ്പൻ എപ്പോഴും എവിടെയാണോ ഭക്തന്മാർ, ആ ഭക്തന്മാർ. അതുകൊണ്ടാണല്ലോ ഗുരുവായൂരിലെ കഥകളൊക്കെ നോക്കൂ. പൂന്താനത്തിൻ്റെ കൂടെ പോകുന്ന ഭഗവാൻ, മേൽപ്പത്തൂരിൻ്റെ കൂടെ പോകുന്ന ഭഗവാൻ, ചെമ്പൈക്ക് നാദം നിലച്ചപ്പോൾ, ബാക്കിയൊക്കെ നിങ്ങൾക്കറിയാലോ. ചെമ്പയ്ക്ക് നാദം നിലച്ചപ്പോൾ ഭഗവാൻ ശ്രീകോവിലിൻ്റെ അകത്ത് ഇരുന്നു എന്നാണോ നാദം കൊടുത്തു എന്നാണോ? അപ്പം നാദരൂപത്തിൽ ഇല്ലേ ഭഗവാൻ, പല രൂപത്തിൽ. പക്ഷെ അതൊക്കെയാണ് ഭഗവാൻ എന്നുള്ളത് ഹിന്ദുവിന് അറിയില്ല. ഹിന്ദുവിൻ്റെ വിചാരം ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഒരു ശ്രീകോവിലിരിക്കുന്ന വിഗ്രഹമാണ്. തൻ്റെ കൂടെ ഭഗവാൻ പല രൂപത്തിലിരിക്കണം. ഇപ്പം നിങ്ങൾ ഭാഗവതം വായിക്കുന്നവരാണെങ്കിൽ ആ ഭാഗവതം വായിക്കുന്ന ഒരു കലയുണ്ടല്ലോ, കഴിവുണ്ടല്ലോ, അത് ഗുരുവായൂരപ്പനാണത് കരുതി നോക്കൂ നിങ്ങൾ. അപ്പം ആരുണ്ട് കൂടെ? പാടുന്ന ആളുടെ ആ പാടിൻ്റെ രാഗമാണ്. നിങ്ങൾ ഭഗവാന്റെ വിഭൂതി നോക്കൂ. നിങ്ങൾ ഭഗവാന്റെ വിഭൂതിയിൽ ഭഗവാൻ പറയുന്നുണ്ട് അക്ഷരാണാമഹം, ഞാൻ അക്ഷരങ്ങളിൽ ഞാൻ അകാരോസ്മി ഇല്ലേ. പിന്നെ എങ്ങനെ ഓരോന്ന് പറയുകയാണ്. ഞാൻ ഇന്നതിൽ ഇന്നതാണ്. വേദങ്ങളിൽ വെച്ച് സാമവേദോസ്മി എന്നാണ്. വേദാനം സാമവേദം എന്നാണ്. ശരിക്കും വേദങ്ങളിൽ ഋഗ്വേദമാണ് ആദ്യം വരേണ്ടത്. പക്ഷെ സാമവേദമാണെന്ന് ഭഗവാൻ പറയും. കാരണം സാമവേദം സംഗീതപ്രിയമാണ്. അതിലാണ് തത്വമസി എന്നുള്ള ചാന്തോക്യോപനിഷത്തൊക്കെ വരുന്നത്. അപ്പം ഇങ്ങനെ ഭഗവാൻ പറയുമ്പോൾ ഭഗവാൻ പറയുന്നത് എൻ്റെ ഭക്തരിൽ എന്ത് വിഭൂതിയുണ്ടോ അത് ഞാനാണ്. ഒന്നുകൂടി പറയാം, എൻ്റെ ഭക്തരിൽ എന്ത് വിഭൂതി പറഞ്ഞാൽ ഇതല്ല. വിഭൂതി പറഞ്ഞാൽ തൊടുന്ന സാധനമല്ല. എൻ്റെ ഭക്തരിൽ എന്ത് ഉറക്കെ പറയൂ എന്തുണ്ട്? അപ്പം നിങ്ങൾ നാരായണീയം വായിക്കുന്നു, ഭാഗവതം വായിക്കുന്നു, ആ കഴിവുണ്ടോ? നിങ്ങൾക്കതുണ്ടോ? ആ കഴിവാണ് ഭഗവാന്റെ സാന്നിധ്യം. അപ്പം നിങ്ങളുടെ കൂടെ ഭഗവാൻ അങ്ങനെയെങ്കിലും ഉണ്ടോ? എത്ര പേരുടെ കൂടെ ഭഗവാനുണ്ട്? അത് നന്നായത്. അറ്റ്ലീസ്റ്റ് ഈ സപ്താഹം കിട്ടുന്നത് അതെങ്കിലും മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ നിങ്ങൾ പറയില്ലല്ലോ എനിക്കിതുവരെ മനസ്സിലായിരുന്നില്ല ഗുരുവായൂരപ്പൻ എൻ്റെ കൂടെ ഇല്ല എന്ന്. ഇപ്പോൾ മനസ്സിലായില്ലേ ഭഗവാൻ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത്. ഇനി ഇതും പറഞ്ഞിട്ട് വീട്ടിൽ പുതച്ചു മൂടി കിടക്കരുത്. പണ്ട് ഇവിടെ ഒരു പ്രഭാഷണമൊക്കെ കേട്ടിട്ട് ഒരു പയ്യൻ അമ്മയോട് പറഞ്ഞു, അമ്മയെ നല്ല സ്വാമി പറഞ്ഞൊക്കെ കേട്ടില്ലേ, എടാ നീ വാ എൻ്റെ കൂടെ നമുക്ക് അമ്പലത്തിലൊക്കെ ഒന്ന് പോവാം. അല്ല അവിടെയൊന്നും പോകേണ്ട കാര്യമില്ല എന്നല്ലേ ഇപ്പം പറഞ്ഞത്. കാരണം ഭഗവാൻ സർവ്വവ്യാപിയാണ്. അതെ, സർവ്വവ്യാപിയല്ലേ? അതല്ലേ ഇന്നലെ പ്രഭാഷണത്തിൽ പറഞ്ഞു. അതെ, അപ്പം സർവ്വവ്യാപിയാണെങ്കിൽ നമ്മുടെ വീട്ടിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ ബെഡ്റൂമിലും ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും. കിടക്കയിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. പുതപ്പിൻ്റെ ഉള്ളിലുണ്ടാവില്ലേ? തീർച്ചയായിട്ടും. അവിടെ ഞാൻ ഇവിടുന്ന് കണ്ടോളാം. ഇപ്പോൾ സർവ്വവ്യാപിയായിട്ടുള്ള ഭഗവാൻ ഇപ്പം എവിടെയായി എന്ന് പറഞ്ഞപ്പോൾ എന്താ പറയുക, ഈ തരത്തിലുള്ള കുഴി മടിയന്മാർക്കുള്ളതല്ല ഈ അറിവ്. മനസ്സിലായില്ലേ? അപ്പോൾ ഭഗവാൻ എൻ്റെ കൂടെ കലയുടെ രൂപത്തിലുണ്ടെന്നും പറഞ്ഞിട്ട് ആ കല വികസിപ്പിക്കണം. അതിനെ മറ്റുള്ളവർക്ക്, ഈ ഭഗവാനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. അതിന് അഹോരാത്രം നമ്മളൊന്ന് പണിയെടുത്ത് ജീവിച്ചു നോക്കൂ. ഈ പണിയെങ്കിലും ചെയ്താൽ മതി. പണ്ടൊക്കെ ഒരുപാട് പണിയെടുക്കാണ്ടായിരുന്നു. ഇന്ന് ഈ പണിയെങ്കിലും ചെയ്താൽ തന്നെ ഭഗവാൻ നിങ്ങളെ ഒരിക്കലും കൈവിടില്ല.